മലങ്കര സഭയിലെ കാനോനിക കാതോലിക്ക വാഴ്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ക്യാമ്പുകളിൽ വലിയ ആശയക്കുഴപ്പവും നിരാശയും ബാധിച്ചിരിക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വളരെ അടിയുറച്ച കാതോലിക്ക ഭക്തരും വിശ്വസ്തരും അങ്ങേയറ്റം കൂറു പുലർത്തി പോന്നിരുന്ന വിധേയരും ഒക്കെ ആയിട്ടുള്ള അനേക ആളുകൾ തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനേക ഓഡിയോ ക്ലിപ്പുകളും പോസ്റ്റുകളും കമൻറ്റുകളും നമ്മൾ കാണുന്നുണ്ട്. അതിൽ വളരെ പ്രസക്തമായ ഒരു ഓഡിയോ സന്ദേശം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പരിമല ഇടവകയിലുണ്ടായിരുന്ന വളരെ ശക്തനായ ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് വക്താവ്, അദ്ദേഹത്തിന് ഒരു തോമസ് ടി എന്നാണ്. എനിക്ക് വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, പക്ഷെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്തുകളിലും ഒക്കെ ആയിട്ട് പലപ്പോഴും ധീരമായ നിലപാടുകളും വ്യക്തമായ ആശയപ്രകാശനവും ഒക്കെ ആയിട്ട് എന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വന്യദേഹമാണ് തോമസ് ടി. അദ്ദേഹത്തിന് ചരിത്രത്തിൽ അപാരമായ അറിവുണ്ട്. മലങ്കര സഭയുടെ ചരിത്രവും മറ്റും ഉള്ളംകൈയിൽ എന്ന പോലെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പരിമല പള്ളിയെ സംബന്ധിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം തെളിവുകളുണ്ട്. അത് മറ്റുള്ളവരും പറയുന്നുണ്ട്, ഇപ്പൊ അദ്ദേഹം തന്നെയും അവകാശപ്പെടുന്നുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹം ഒരു സീനിയർ സിറ്റിസൺ എന്നതിനേക്കാൾ ഉപരി ഒരു വന്യവയോധികനായ വ്യക്തിയാണ്. 81 വയസ്സുണ്ട്. തന്റെ ജീവിതകാലം മുഴുവൻ താൻ ഒരൊറ്റ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളൂ, ജയ് ജയ് കാതോലിക്കോസ്. അപ്പൊ ഏതായാലും ഈ നമ്മുടെ തോമസ് ടി പരിമല ഈ കാതോലിക്ക ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ് എന്ന് മാത്രം ജീവിതത്തിൽ വിളിച്ച് ശീലിച്ച ആ മനുഷ്യൻ 81ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആശങ്കകൾ പങ്കുവെക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. അപ്പൊ അത് നിങ്ങൾ കേൾക്കണം. ഞാൻ ഇത് I2I സുനിൽ കേൾപ്പിക്കും എന്നത് ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുന്ന സാധാരണ അദ്ദേഹത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. എന്നിട്ട് ഇന്ന് നോക്കിയിട്ട് അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് കേൾപ്പിക്കുന്നത്. കേൾക്കേണ്ട ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടോ. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. അപ്പൊ നിങ്ങൾ ഓർക്കുന്ന ഇതിപ്പം കൗരവ പാണ്ഡവ യുദ്ധം കഴിഞ്ഞ് ഹതാശനായ ധൃതരാഷ്ട്ര എന്നൊക്കെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞ പോലെ ഈ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കാതോലിക്കയായിട്ട് വാഴിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് അസ്വസ്ഥനായ ഈ മനുഷ്യൻ, നിങ്ങൾ ഓർക്ക് പരിമലയിലുള്ള അദ്ദേഹത്തിന്റെ സ്വവസതിയില് നമ്മുടെ ഈ ഗോഡ് ഫാദർ സിനിമയിലെ അഞ്ഞൂറാൻ NN പിള്ളയുടെ കഥാപാത്രം നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും 81 വയസ്സുണ്ട്. വാർദ്ധക്യത്തിന്റെ ക്ഷീണമൊക്കെ ആ ശബ്ദത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കൈ തിരുമുന്നു, ഇല്ലാത്ത വെപ്രാളെല്ലാം കാണിക്കുന്നു. കാരണം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടണം. 81 വയസ്സായി ഇപ്പോഴെനിക്ക്. ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്, പരിമലക്കാരനാണ്. തോമസ് ടി പരിമല എന്നാണ് പേര്. ഇനി ഇങ്ങനെ വിളിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായിട്ടുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണം. തെറി വിളിക്കേണ്ടവർക്ക് എന്നെ തെറി വിളിക്കാം, എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചോ പറഞ്ഞു. എന്നെ ദേഹോദ്രവം ഏൽപ്പിക്കണമെങ്കിൽ എൻ്റെ ഗേറ്റ് എപ്പോഴും പൂട്ടിയിട്ടിരിക്കുക, ചാടി കയറി വന്ന് ഉപദ്രവിക്കാം, അതിനും കുഴപ്പമില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് മാധ്യമ ഗുണ്ടകളെയും ആക്ഷരിക ഗുണ്ടകളെയും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിനെതിരായിട്ട് പറഞ്ഞാൽ തെറി വിളിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം IOC-ക്കാരുടെ കയ്യിലിരിപ്പ് അതാണ്. കൃത്യമായിട്ട് 81 വയസ്സുള്ള IOC-യിലെ ഒരു മുതിർന്ന വ്യക്തി പറയുകയാണ്, ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ എന്ത് ചെയ്യുന്നവരാണ്, വീട് കയറി തല്ലുന്നവരാ, അതിന് മടിക്കാത്തവരാ, ഗുണ്ടകളാണ്. എന്റെ ഗേറ്റ് ഞാൻ പൂട്ടിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഇവർ ചാടി കയറുമെന്ന് തൊല്ലും. നിങ്ങൾ തന്നെ കേട്ടല്ലോ, ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഒരു പുള്ളി പറയാം, നിങ്ങൾ വേണം എന്നെ തല്ലിക്കോ വീട്, കാരണം തല്ലിനെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അപ്പൊ തല്ലുന്ന ശീലം ഇവർക്കുണ്ട്, കൊല്ലുന്ന ശീലം ഇവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ ഇടയിലുള്ള ഒരാൾ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നോട്ട് പോയിന്റ്. പക്ഷേ നിങ്ങളിത് കാര്യം മനസ്സിലാക്കണം. ഈ ജയ് ജയ് കാതോലിക്കോസ് എന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം വർഷങ്ങൾ വിളിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാരെയാണ് വിളിക്കേണ്ടത്? ദേവലോകത്തിരിക്കുന്ന നമ്മുടെ ബാവായെയാണോ ജയ് ജയ് കാതോലിക്കോസ് എന്ന് വിളിക്കേണ്ടത്? അതോ റീത്തുകാരുടെ ബാവ തിരുമേനിയാണോ കാതോലിക്ക എന്ന് വിളിക്കേണ്ടത്?
ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആഗമന സുറിയാനി സഭയുടെയോ ഇന്ത്യ സുറിയാനി സഭയുടെയോ കാതോലിക്കായിട്ട് വാഴിക്കാൻ പോകുന്ന ഗ്രിഗോറിയോസ് തിരുമേനിയെ കാതോലിക്കായിട്ട് വിളിക്കണം, വിളിക്കണം. ഈ 3 പേരിൽ ആരെയാണ് വിളിക്കേണ്ടത്? വിളിച്ചു കഴിഞ്ഞാൽ ഇത് 3 പേർക്കും ബാധകമല്ലേ? 3 പേരെയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു വിളിയല്ലേ ഇത്? അതുകൊണ്ട് സഭാ നേതൃത്വം ഒന്ന് വ്യക്തമാക്കണം, ആരെ വിളിക്കണം. അതിന് ചെയ്യാവുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വരെ പാത്രിക്കീസുകാരുടെ ബാവ തിരുവേനിയെ പാത്രിക്കീസ് ബാവ ലെബനനിൽ വെച്ച് മാർച്ച് 25-ാം തീയതി പാത്രിക്കീസ് ബാവ ആയിട്ട് കാതോലിക്ക ബാവ ആയിട്ട് കിഴക്കിൻ്റെ കാതോലിക്കായ ബാവ ആയിട്ട് ഇന്നലെ വായിച്ചു ആഗമന സുറിയാനി സഭയുടെയും ഇന്ത്യൻ സഭയുടെയും കാതോലിക്കയായിട്ട് വാഴിക്കുകയാണെന്ന്. ഇങ്ങനെ ഇന്ത്യൻ സഭയുടെയും ആഗമന സുറിയാനി സഭയുടെയൊക്കെ കാതോലിക്കയായിട്ട് അദ്ദേഹത്തെ വാഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ ദേവലോകം കാതോലിക്കയും ഒക്കെ? സംശയം കണ്ടോ? അപ്പൊ ഇത്രമാത്രം ചരിത്ര പാണ്ഡിത്യമുള്ള, ഇത്രമാത്രം അറിവുള്ള, ഇത്രമാത്രം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തോട് കൂറു പുലർത്തുന്ന ഈ തോമസ് ടി അപ്പച്ചൻ പറയുന്നു, പുതിയ കാതോലിക്ക ബാവ വരുന്നതോടുകൂടെ ദേവലോകം കാതോലിക്ക നിഷ്പ്രഭനായി പോകും. സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ മറഞ്ഞു പോകുന്നത് പോലെ സൂര്യ തേജസ്സോടെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് കാനോനിക കാതോലിക്കയായി മലങ്കരയിൽ കാലുകുത്തുന്നതോടുകൂടെ വ്യാജ കാതോലിക്കയുടെ നിറം മങ്ങിപ്പോകും, ശോഭ കെട്ടുപോകും എന്ന് അദ്ദേഹം തന്റെ ആശങ്ക പങ്കുവെക്കുകയാണ് കേട്ടോ. നിങ്ങളാരും അദ്ദേഹം പാത്രിക്കീസ് പക്ഷത്തോട് കൂറുമാറി ചിന്തിക്കരുത്. അദ്ദേഹം ഒരു യഥാർത്ഥ ഇന്ത്യൻ ഓർത്തഡോക്സുകാരനാണ്. 81 വയസ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം 940-കളിൽ ജനിച്ച വ്യക്തിയാണ്. ഒരു 44-ൽ ആയിരിക്കും അദ്ദേഹം ജനിക്കുന്നത്. 944 എന്ന് പറയുമ്പോൾ 34 ഭരണഘടന രൂപീകരിച്ച് 10 കൊല്ലമായി. സഭാ തർക്കമൊക്കെ മൂർധന്യത്തിൽ നിൽക്കുന്ന കാലഘട്ടം. 58-ലെ വ്യാജ യോജിപ്പും 72-ലെ പിരിച്ചിലും എല്ലാം നല്ല പ്രായത്തിൽ ദൃക്സാക്ഷിയായി അനുഭവങ്ങളുടെ വഴിത്താരിയിലൂടെ നടന്നു വന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ആർക്കും പ്രത്യേകിച്ച് ട്യൂഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹം തന്റെ ആശങ്ക പങ്കുവെക്കുക, ഇങ്ങനെ ഒരു വാഴിക്കൽ നടന്നാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അടിത്തറ തോണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? കേട്ടോ? ബാക്കി കേട്ടോ? ആണോ അല്ലയോ? ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഒരു മാസത്തിന് മുമ്പേ വിശ്വസിച്ചതും ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും ആയ വ്യക്തിയാണ് ഞാൻ. കാരണം ഞാനും വിശ്വസിച്ചു ഈ വാഴ്ചയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചൊരു സ്റ്റേ മേടിക്കുമെന്ന്. ഈ പരുമലപ്പള്ളിയുടെ പരിശുദ്ധൻ്റെ കണ്ണുനീരിൽ നാനാജാതി മതസ്ഥരായ ആൾക്കാരിടുന്ന കോടാനുകോടി രൂപ കഴിഞ്ഞ 35 വർഷമായിട്ട് അടിച്ചുകൊണ്ടുപോയി. ഇടവകയില്ല, നിങ്ങളാരുമല്ല, എൻ്റെ നേരിട്ടുള്ള ഭരണത്തിലാണ്, ഇത് ട്രസ്റ്റാണ്, പ്രസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സെമിനാരിൽ നിന്നും പറഞ്ഞൊരു ബോർഡും വെച്ച് അത് പോട്ടെ, കൊണ്ടുപോക്കോട്ടെ. ഈ കൊണ്ടുപോകുന്ന കാശിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേ മേടിക്കാൻ ഇവിടുത്തെ 5 മിനിറ്റ് അല്ലെ 10 ഈ കവർക്കിടെ 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയത്തെ കാശ് പോരാ ഡൽഹിയിൽ പോയി തിരുമേനിമാരെ ഒരു സ്റ്റേ മേടിക്കാൻ. കണ്ടോ 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 കണ്ടോ? ആ പോരാട്ട വീര്യം കുറയുന്നില്ല. 81 വയസ്സായിട്ടും വിഷം ഒട്ടും കുറവില്ല. പഴയ പാമ്പിന് വിഷം കൂടുതലാണ്. ഇത് IOCയിൽ ഒരു പഴയ പാമ്പാണ്. പുള്ളിയുടെ ആ ചിന്ത പോകുന്നുണ്ടോ? പരുമല ഭണ്ണാരത്തിൽ നിന്ന് പൈസ കുത്തി കവർന്നുകൊണ്ട് പോകുന്നത്. എടാ, അത് കുറച്ച് എടുത്ത് പാത്രക്കീസിനെതിരായിട്ടൊരു കേസ് കൊടുക്കടാ. അപ്പോഴാണ് ഈ പരുമല തിരുമേനി ആരായിരുന്നു എന്ന് പൊതുസമൂഹം അറിയേണ്ടത്. പരുമല തിരുമേനി പരിശുദ്ധനായ പത്രോസ് പാത്രിയർക്കീസ് ബാവ മലങ്കര സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹായിയായി, അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി കൂടെ നടന്ന വ്യക്തിയാണ്. പിന്നീട് പത്രോസ് പാത്രിയർക്കീസ് ബാവ തിരികെ പോകുന്നതിന് മുമ്പ് വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സെക്രട്ടറി ആയിട്ടാണ്. അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനം കൊടുക്കുകയാണ്. അന്ന് വലിയ വിമർശനങ്ങളുണ്ടായി, ഇത്രയും പ്രായം കുറഞ്ഞ ആൾക്ക് മെത്രാൻ സ്ഥാനം കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനം കൊടുത്തുകൊണ്ട് എല്ലാവരും കൊച്ചു തിരുമേനി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ചാത്തുരുത്തി കൊച്ചു തിരുമേനി.
പരിശുദ്ധനായ പരിമല തിരുമേനി. ഈ പരിമല തിരുമേനിക്ക് റംബാൻ സ്ഥാനം കൊടുക്കുന്നതും വിധിയുടെ ഒരു കോയിൻസിഡൻസ് ആണ്. അതൊരു വചനിപ്പ് വരുന്ന മാർച്ച് 25-നാണ്. ഇന്നിപ്പോ ചാതുർത്ഥി തിരുമേനിയുടെ തന്നെ അതേ കുടുംബത്തിൽപ്പെട്ട ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാതോലിക്കാകുന്നതും ഒരു വചനിപ്പ് വരുന്നാൾ തന്നെ മാർച്ച് 25 വചനിപ്പ് വരുന്നാളാണ്. അത് ചരിത്രത്തിന്റെ ഒരു നിയോഗമാകാം, അല്ലെങ്കിൽ യാദൃച്ഛികതയാകാം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് ചോദിച്ചാൽ, ഈ പരിമല തിരുമേനിയെ വാഴിച്ചു കഴിഞ്ഞ് ഈ മലങ്കരയിലെ ആളുകളുടെ എതിർപ്പും ഇതുമൊക്കെ ഉണ്ട്. അതൊരു മറ്റൊരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി പത്രോസ് പാത്രിക്കീസ് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് തന്റെ കൂടെ പരിമല തിരുമേനിയെ കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. തിരുമേനി യെരുശലേമിൽ താമസിപ്പിക്കുവാൻ, യെരുശലേമിൽ ആസ്ഥാനമായിട്ട് ഇരുത്തുവാൻ ആണ് പത്രോസ് പാത്രിക്കീസ് ആഗ്രഹിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് പരിമലയിൽ ആ കബറിടം ഉണ്ടാവില്ല. യെരുശലേമിലായനെ പരിമല തിരുമേനിയുടെ കബറിടം. അന്ന് മലങ്കരയിൽ ഒരു കൂട്ടം ആളുകൾ കരഞ്ഞ് കാല് പിടിച്ച് പത്രോസ് പാത്രിക്കീസ് തിരുമേനി കൊണ്ടുപോകരുത്. കാരണം അന്നേ ഈ പ്രാർത്ഥനാ ജീവിതമുള്ള, ആത്മീക ചൈതന്യമുള്ള ഒരു തിരുമേനിയാണ്ട് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ആളുകൾ പരമായിട്ട് പിടിച്ച് നിർത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയെന്നെ പത്രോസ് പാത്രിക്കീസ് എന്ന് പറഞ്ഞാൽ പത്രോസ് പാത്രിക്കീസ് ബാവായിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ, പരിശുദ്ധ സിംഹാസനത്തിന്റെ കണ്ണിലുണ്ണിയായ, സുറിയാനി സഭയുടെ സ്വത്തായ, സുറിയാനി സഭയുടെ മുത്തായ ഒരു വ്യക്തിയാണ് പരിശുദ്ധ പരിമല തിരുമേനി. ആ പരിമല തിരുമേനിയുടെ പ്രാർത്ഥനയുടെയും തപസിദ്ധിയുടെയും ആത്മീക തീഷ്ണതയുടെയും ആ ആത്മീക ചൈതന്യത്തിന്റെ പ്രസരിപ്പിൽ നിമിത്തം പരിമലയിൽ വരുന്ന നേർച്ച കാഴ്ചകളും പണവും ആ സിംഹാസനത്തിനെതിരായി, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിനെതിരായി, ആ സിംഹാസനത്തിന്റെ ഇടവകയ്ക്കെതിരായി, സഭയ്ക്കെതിരായി വ്യവഹാരം നടത്തുവാൻ വേണ്ടി ചെലവാക്കണം എന്ന് ആ പത്രോസ് പാത്രിക്കീസ് പിൻഗാമിയായിട്ട് ഇന്നിരിക്കുന്ന അപ്രയം ദ്വിതീയ പാത്രിക്കീസ് ഒരു കാതോലിക്കായി വാഴിക്കുന്നതിനെതിരെ കേസ് കൊടുക്കാൻ ആ ഭണ്ണാരത്തിൽ നിന്ന് പൈസ എടുക്കാമെന്നാണ് ഈ അപ്പച്ചൻ പറയുന്നത്, നമ്മുടെ തോമസ് ടി അപ്പച്ചൻ. ഒന്ന് ഓർത്തു നോക്കിയാൽ പ്രായമായിട്ടും ആ വിഷം ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം ഒട്ടും കുറയ്ക്കുന്നില്ല കേട്ടോ. നമ്മൾ അദ്ദേഹത്തോട് തികഞ്ഞ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് പറയുന്നത്. തോമസ് ടി അപ്പച്ചന്റെ വാക്കുകൾ തുടർന്ന് കേൾക്കാം. അപ്പച്ചൻ പറയാം. അപ്പച്ചനാണ് ഇന്നത്തെ താരം. അപ്പച്ചൻ പറയട്ടെ. അത് പോട്ടെ, കൊണ്ടുപോക്കോട്ടെ. ഈ കൊണ്ടുപോകുന്ന കാശിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേ മേടിക്കാൻ ഇവിടുത്തെ 5 മിനിറ്റ് അല്ലെ 10, ഈ കവറുകൾ 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയത്തെ കാശ് പോരാ ഡൽഹിയിൽ പോയി തിരുമേനിമാരെ ഒരു സ്റ്റേ മേടിക്കാൻ? എന്താ നിങ്ങൾ മേടിക്കാത്തത്? ഇപ്പോഴും മേടിക്കുമെന്നുള്ള വിശ്വാസത്തിലിരിക്കണം സഭാമക്കൾ. എന്തുകൊണ്ട് മേടിക്കുന്നില്ല? എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ? പാത്രിക്കീസുകാരുടെ ഈ ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ പാത്രിക്കീസുകാരുടെ ന്യൂസും പോസ്റ്റും ഒക്കെ കണ്ടിട്ട് അങ്ങ് വായുകുളി എത്ര എണ്ണം കഴിച്ചെന്ന് ഇതുവരെ ഒരു എണ്ണമില്ല. അങ്ങ് വലിയ പ്രയാസവും ഒരു വെപ്രാളവും. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ തോമസ് ടി അപ്പച്ചൻ ഇത്രയും വെപ്രാളാകുമ്പം അവിടുത്തെ മെത്രാൻ സമിതിയിലുള്ളവരുടെയൊക്കെ ഒരു പരവേശവും ഒരു വെപ്രാളവും എന്താ പറയുന്നത്. തോമസ് ടി അപ്പച്ചന്റെ വാക്കുകളിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പരിമല തിരുമേനിയുടെ കണ്ണുനീരിന്റെ പണം വ്യവഹാരത്തിന് ചെലവഴിച്ച ഇവരുടെ ഈ പതിവിനെ തോമസ് ടി അപ്പച്ചൻ തുറന്നു കാണിക്കുക. എന്നാ പിന്നെ 1 മണിക്കൂറത്തെ പൈസ മതിയല്ലോ, അതെടുത്ത് സുപ്രീം കോടതി കൊണ്ട് കൊടുക്കാൻ മേലെ. നിങ്ങളൊന്ന് ഓർക്കണം, പരിശുദ്ധ സിംഹാസനം മലങ്കരയ്ക്ക് സമ്മാനമായി തന്ന വിശുദ്ധിയുടെ ഒരു മാണിക്യമാണ് പരിമല തിരുമേനി. ആ തിരുമേനിയെ ഹൈജാക്ക് ചെയ്തിട്ട് ആ പള്ളി പിടിച്ചെടുത്തിട്ട് അവിടുന്ന് കിട്ടുന്ന പണത്തെ കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമാണ് ഇവർ. പരിമലയിൽ പണം ഇടുന്ന ഭക്തജനങ്ങളുടെ കണ്ണുനീരിന്റെ പണം വ്യവഹാരത്തിന് ചെലവഴിക്കുകയാണ്. അതാ അപ്പച്ചൻ പറയുന്നത് കേട്ടോ. ഇത് യാക്കോബായക്കാരനല്ല കേട്ടോ. ഇത് മെത്രാൻ കക്ഷിയിൽ ജനിച്ച് മെത്രാൻ കക്ഷിയിൽ വളർന്ന് ഒരിക്കലും യാക്കോബായക്കാരനായിട്ടല്ല അദ്ദേഹം ജനിച്ചാൽ പറ്റില്ല. അദ്ദേഹം ജനിച്ച വർഷം 1944 ആണ്. അപ്പൊ സഭ രണ്ടായിട്ട് നിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജനിച്ച് ഈ ജയ് ജയ് കാതോലിക്കോസ് എന്ന മന്ത്രം കേട്ട് ആ മന്ത്രം ഉരുവിട്ട് ജീവകാലം മുഴുവൻ അത് വിളിച്ച ഒരു മനുഷ്യൻ. അതിന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന്റെ രോദനം നിങ്ങൾ കേക്ക്. ഞാൻ ന്യൂസിലൊക്കെ വായിച്ചിട്ടുള്ളതുമാണ്. നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞു, ഞങ്ങൾ 2 സഭയാണെന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങൾ 2 സഭയാണ്, പാത്രിക്കീസുകാരുടെ യാക്കോബ സഭയും
ഓർത്തഡോക്സ് സഭയും രണ്ട് സഭയാണെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തു. ഈ ദേവലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈയോടെ മണ്ടത്തരം പറ്റിപ്പോയല്ലോ, 2 സഭയല്ല 1 സഭയാണ്. തിരിച്ചോടി ഡൽഹിയിലോട്ട്, തിരിച്ചോടി അവിടെ ചെന്ന് പുതിയ സത്യവാങ്മൂലം, ഇന്നലെ ഞങ്ങൾ നല്ല സത്യവാങ്മൂലം തെറ്റാണ്, അത് ക്യാൻസൽ ചെയ്യണം എന്നും പറഞ്ഞൊരു പുതിയ സത്യം, ഞങ്ങൾ 1 സഭയാണ് എന്ന് കൊടുത്തു. സുപ്രീം കോടതി വലിച്ചു കയറി ദൂരെ കളഞ്ഞു. നിങ്ങൾ രണ്ടും 2 സഭയാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്നിട്ട് നമ്മുടെ തിരുമേനിമാരൊക്കെ മാധ്യമങ്ങളിൽ കൂടെ പറയുന്നത് കേട്ട് നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല, നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ ജയിച്ചിരിക്കുകയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ജയം നമുക്കും പറമ്പ് മൂത്താനാർക്കും പറഞ്ഞാലേ വിഡ്ഢികളാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായത്. അവർ പറയുന്നത് ഒന്നുമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എടുത്തിട്ടില്ല. എന്നാൽ പിന്നെ ഒരു കേസ് കൊടുത്ത് പരുവലയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ സമയത്തെ കാശ് കൊടുത്ത് ഒരു സ്റ്റേ മേടിക്കരുതോ? എന്തിനെ കാണുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ മുഖ്യമന്ത്രിയെ പഴി പറയുന്നു, മുഖ്യമന്ത്രിയെ തെറി വിളിക്കുന്നു. പോകുന്ന മന്ത്രിയെയും MLA-മാരെയും 2 ഗ്രൂപ്പിലുമുള്ള MLA-മാരുണ്ട്, അവരെയെല്ലാം തെറി വിളിക്കുന്നത് എന്നതിന്. എൻ്റെ തിരുമേനിമാരെ എന്തെങ്കിലും ഉണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സ്റ്റേ കിട്ടുമെന്നാണ്. ഒരു സ്റ്റേ കിട്ടും, 25-ാം തീയതി 20-ാം തീയതിക്കുള്ളിലെങ്കിലും ഒരു സ്റ്റേ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 16 ആയുള്ളൂ. ഇനി കൊടുത്തിട്ടുണ്ടോ? ചിലർ പറയുന്നു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തെങ്കിൽ എന്തുവാണ് അതിന് എന്നത്തേക്കാണ് അതിൻ്റെ വിധി വരുന്നത്? ഇതൊക്കെ സഭാമക്കളെ ഒന്ന് അറിയിക്കണം. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, തോമസ് ടി പരുവലയാണ്. എനിക്ക് 80 വയസ്സ് കഴിഞ്ഞ് 81 വയസ്സിലോട്ട് കയറി. ഞാൻ എൻ്റെ ഈ അപ്പച്ചന് 81 വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പച്ച. ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി ആ സെയിം ഡേ ആയിരിക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം അപ്പച്ചന് 1000 ആരോഗ്യങ്ങൾ നേരുന്നു. ഈ സഭയില് യുവമാരുടെ പോക കണ്ടിട്ട് അപ്പച്ചൻ കണ്ണടയ്ക്കാവുള്ളൂ. ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പച്ചൻ ബാക്കി പറ. അറിവിനുള്ളിലും ഈ ആധികാരികമായിട്ടുള്ള ഞാൻ തീർത്ത് തന്നെ പറയുകയാണ്, ദേവലോകത്തിരിക്കുന്ന റെക്കോർഡിനെക്കാട്ടി കൂടുതൽ പരുമലപ്പള്ളി സംബന്ധിച്ചുള്ള റെക്കോർഡും എൻ്റെ കൈവശമുണ്ട്. ഞാനത് തീർത്ത് പറയുകയാണ്. കണ്ടോ, പരുമലപ്പള്ളി സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡുകളും ഈ തോമസ് ടി പരുമല എന്ന അപ്പച്ചൻ്റെയിലുണ്ട്. സഭാചരിത്രം ദേവലോകത്ത് ഇട്ട ഈ കുപ്പായ വേഷധാരികളെക്കാൾ അറിയാവുന്ന ആളാണ്. അപ്പൊ അത്ര ആധികാരികതയുള്ള ഒരു അപ്പച്ചന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അല്ലാതെ ചുമ്മാ അത് വഴിയാ പോയത് വ്യാജ ഐഡി വരുന്നവരൊന്നുമല്ല. അത് എത്ര പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു? ഈ തെറിക്കമന്റ് ഇടുന്ന ഏതവനെങ്കിലും സ്വന്തം പേര് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് തോമസ് ടി അപ്പച്ചൻ, അദ്ദേഹം ഒരു ഫോൺ വന്നിരിക്കുകയാണ്, അത് എടുക്കാൻ പോയിരിക്കും, ഇപ്പം വരും. അതിൽ നിന്ന് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് ഇത് ആരുടെ ഫോൺ വിളിച്ച് ശല്യപ്പെടുന്നത്? അപ്പച്ചൻ പറ. മറച്ചു വെക്കുന്നു, എന്തിനിപ്പോ ഞങ്ങളെ വിഡ്ഢികളാക്കുന്നു? ഇതാണ് നമുക്കറിയേണ്ടത്. ഇതെന്ത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേ മേടിക്കുക. സ്റ്റേ മേടിക്കാൻ കഴിയില്ലെങ്കിൽ അത് പറയണം, ഈ സ്റ്റേ കിട്ടുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ കിട്ടുകയില്ലെങ്കിൽ എന്താ അതിൻ്റെ കാരണം? എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ സ്റ്റേ കിട്ടാൻ. സ്റ്റേ തള്ളിക്കളയാൻ 2 സഭയാണെന്ന് പറഞ്ഞാൽ പറ്റി സ്റ്റേ കിട്ടുമോ? എനിക്കറിയില്ല. 2 സഭയാണെന്ന് പറഞ്ഞാൽ എൻ്റെ തിരുമേനിമാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അയലത്തെ വീട്ടിലെ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുന്നതിന് ഇങ്ങേപ്പുറത്തിരുന്ന് എന്തിന് ഈ കരയുകയും ബഹളം വെക്കുകയും ഈ കല്യാണം മുടക്കണമെന്നും പറഞ്ഞ് ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോത്തിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ പള്ളിപിടുത്തം തുടങ്ങിയ സമയത്ത് വരെ ഒട്ട് ഞാൻ അന്നും എഴുതിയതാണ്, ഈ പോക്ക് ശരിയല്ല. നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. അവർ നമ്മുടെ ആൾക്കാരാണ്, അല്ലാതെ അവരുടെ പള്ളി പിടിച്ചു വരിക. ഇനിയും ഈ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള കേസ് മുഴുവൻ ഈ തിരുമേനിമാർ ഒരു തിരുമേനി മുഖ്യമന്ത്രി യൂലിയോസ് തിരുമേനി മുഖ്യമന്ത്രിയൊക്കെ തെറി വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തില്ലേ? ഇപ്പോൾ കോടതി കേസ് എങ്ങോട്ടാണ് വന്നേക്കുന്നത്? തിരുവനന്തപുരത്തോട്ടും വന്നു, ഹൈക്കോടതിയിലോട്ടും വന്നു. ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ വിധി വരും. അന്നേരം കണ്ടോണം. അന്നേരം ഈ പിടിച്ച പള്ളികളെല്ലാം തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങളോടൊക്കെ കണ്ടോ, വാർദ്ധക്യം ഞാൻ ഉപദേശിക്കുന്നു. ഇതൊരു പ്രവചന സ്വരമായിട്ട് ഏറ്റെടുക്കാം. പിടിച്ചെടുത്ത പള്ളികൾ തിരിച്ചു കൊടുക്കുമെന്നല്ല, തിരിച്ചു കൊടുക്കേണ്ടി വരും. ഉണ്ടോ അപ്പച്ചൻ പറയുന്നത് കേട്ടോ? പറയും, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് പറയുമോ? ഞാനൊരു കാര്യം പറയാം, ദൈവത്തെ ഓർത്ത് ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായ 99% ആൾക്കാരുടെയും മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ കണ്ടോ, അപ്പച്ചൻ പറയുന്നത്
ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായ 99% വിശ്വാസികളും അസ്വസ്ഥരാണ്. അവരാശ്രയഹീനരാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. അവരുടെ എല്ലാം ആശ്രയമായിട്ട്, അവരുടെ എല്ലാം ഇടയനായിട്ടാണ് മലങ്കരയ്ക്ക് ഒരു നായകൻ വരുന്നത്. അപ്പോ ഇടവക പള്ളികൾക്ക് സ്വതന്ത്രമായി സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനും അത് നടപ്പിലെടുത്തുവാനുമുള്ള അവകാശങ്ങളെ പുനഃസ്ഥാപിച്ചു കിട്ടുന്ന ഒരു നല്ല നാളെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. 34 ഭരണഘടന എന്ന നുകം മലങ്കരയിലെ മക്കളുടെ മേൽ നിന്ന് ഒടിയുന്ന ഒരു ദിവസം. അന്ന് ഈ ഭീരുക്കളായും ഭയന്നും മിണ്ടാതെ മൗനമായിട്ടും ഉൾവലിഞ്ഞ് മാളങ്ങളിൽ കഴിയുന്ന ഓർത്തഡോക്സിലെ 99% നിശബ്ദ ഭൂരിപക്ഷം, ദ സൈലന്റ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ലേറ്റി. അപ്പൊ IOC ലേറ്റിയിലെ ഈ സൈലന്റ് മെജോറിറ്റി അന്ന് പ്രതികരിക്കും. അവർ തങ്ങളുടെ നായകനായി, തങ്ങളുടെ നാഥനായി, തങ്ങളുടെ ആത്മീക അധ്യക്ഷനായി, തങ്ങളുടെ കാതോലിക്കയായി, കാനോനികമായി പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായാൽ ഇതര സഹോദരി സഭ മേലധ്യക്ഷന്മാരുടെ സഹകരണത്തോടുകൂടെ കാനോനികമായി പകൽ വെളിച്ചത്തിൽ വാഴിക്കപ്പെട്ട, ഇവരെ പോലെ ചൂട്ടു വെളിച്ചത്തിൽ കാക്ക നിലക്കത്തുന്നതിനും കൊച്ചുവെളുപ്പാൻ കാലത്ത് പരിമലയിൽ ഒതുക്കത്തി വാഴിച്ച ഡ്യൂപ്ലിക്കേറ്റ് കാതോലിക്കല്ല, ഒറിജിനൽ കാതോലിക്കയെ അവരുടെ അധ്യക്ഷനായി സ്വീകരിക്കുന്ന ഒരു ദിവസം വരും. അപ്പച്ചൻ അത് കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പച്ചന്റെ ആ ഇതുണ്ടോ, 99% ആളുകൾക്ക് വിഷമമുണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പച്ചന് അറിയാതെ, മനസ്സിലായോ? അവർ പറയുകയല്ല. ഈ സ്തുതിപാഠകന്മാരായിട്ടുള്ള ഏതാനും വ്യക്തികളുണ്ട്, അവർ ഈ തിരുമേനിമാർക്ക് ജാക്കി വെച്ച് കൊടുക്കുകയും അപ്പച്ചൻ അറിയാം ഇവര് ജാക്കി വെക്കുക. എന്താണെന്ന് എനിക്കറിയില്ല, അപ്പച്ചനോട് ചോദിക്കണം. ഉണ്ടോ? ഞാൻ പിന്നെ മറ്റുള്ള ഭാഷയൊന്നും പറയുന്നില്ല. കണ്ടോ? അപ്പൊ പറയാൻ കൊള്ളാത്ത പരിപാടിയാണ് അവിടെ നടക്കുന്നതെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അതുകൊണ്ടാണ് അപ്പച്ചൻ അതൊന്നും പറയാൻ പറ്റാത്തത്. അതൊക്കെ നിങ്ങൾ പൂരിപ്പിക്കുക, ഊഹിക്കുക, എന്നെല്ലാം ചെയ്തോണം. മനസ്സിലായോ? ഇന്നൊരു വിശുദ്ധ ദിവസം ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. വെച്ചു കൊടുത്ത് അവരെ പ്രലോഭിപ്പിക്കുക. ചെയ്തു ഇപ്പൊ കണ്ടോളം വരാൻ പോകുന്നത്. ഏതായാലും ഈ സ്റ്റേ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. കിട്ടുമെന്നെങ്കിൽ കിട്ടട്ടെ, നല്ലത് തന്നെ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാ വയലത്തെ പക്കത്തിലെ കെട്ടിച്ചോട്ടെ, എന്താ എവിടെ കിടന്ന് കരയുന്നത്? കണ്ടോ അപ്പച്ചന്റെ ആ ചിന്ത കണ്ടോ? പറ്റുവേ സ്നേഹം മേടിച്ചോണം, സ്റ്റേ കിട്ടിയില്ലെങ്കിൽ പോരടി പാപ്പി എന്ന് അപ്പച്ചനൊരു ബുദ്ധി നോക്കി. എടാ നോക്കടാ, കിട്ടുമെങ്കിൽ പിടിച്ചോണം, പക്ഷെ കിട്ടിയില്ലെങ്കിലോ അന്നേരം വിശുദ്ധി അവഞ്ഞോണം. പോട്ടെ, അയലക്കത്തൊന്നുമല്ല, മലങ്കരയുടെ യഥാർത്ഥ കാനൂനിക കാതോലിക്കയെ വാഴിക്കുക. അപ്പച്ചന്നെ TV ഒക്കെ തുറന്നു വെച്ച് കാണാം. മുഖ്യമന്ത്രി എന്തോത്തിന് തെറി വിളിക്കുന്നു, പോകുന്ന മന്ത്രിമാരെ എന്തോത്തിന് തെറി വിളിക്കുന്നു. ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടായോ? ഇതാണോ ആത്മീയത? ഇതാണ് 50 സ്വീകരിക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ ആണോ? അല്ലല്ലോ. ഏതായാലും ഈ കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഞങ്ങളെ അറിയിക്കണം ഇവരെ. നിങ്ങൾ ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ട 99% ആൾക്കാർ ഈ സത്യാവസ്ഥ അറിയാം, അവർക്കറിയാം, മിണ്ടുകയല്ല. ഓർത്തഡോക്സ് സഭയിലെ 99% ആളുകളും മൊണ്ണകളാണെന്നാണ് ഈ അപ്പച്ചൻ പറയുന്നത്. ഇനിയെങ്കിൽ IOC-ക്കാർ ചിന്തിക്കും. നിങ്ങളുടെ ഇടയിലെ വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ കൃതകസ്ഥനായ, പരിചയസമ്പന്നനായ, അനുഭവ സമ്പത്തുള്ള ഒരു അപ്പച്ചൻ പറയുകയാണ്, നിങ്ങൾ 99% കണക്കാ, ഊമകളും മൊണ്ണകളും ഒക്കെ അതാണ് പറയുന്നത്. മിണ്ടത്തില്ല, കുഴപ്പമില്ല. മിണ്ടി കഴിഞ്ഞാൽ ഞാൻ അതാകും ഇതാകും, തിരുമേനി വരുന്നതിനെ കൈകുത്താനൊക്കത്തില്ല, ഇതൊക്കെ ഒരു വ്യാരമാണ് നിങ്ങൾക്കുള്ളത്. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലായോ? ഈ തിരുമേനിമാർ ഒരു കലാപത്തിന് ആഹ്വാനം കൊടുക്കുകയാണ് അപ്പച്ചന്റെ ആ വാർദ്ധക്യ മനസ്സിലും അണയാത്ത വിപ്ലവ വീര്യമുണ്ട്. കനലുകൾ ജ്വലിക്കട്ടെ. സത്യാവസ്ഥ കൊണ്ടുവരണം. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അല്ലെ കൊടുത്തിട്ടുണ്ടോ? ഈ സത്യാവസ്ഥ ഞങ്ങളെ അറിയിക്കണം. 20 അല്ലെ 25-ാം തീയതിക്ക്. 20-ാം തീയതിക്ക് അവർ പോകും. പിന്നെ പോയതുകൊണ്ട് വിശേഷമൊന്നുമില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഈ സത്യാവസ്ഥയൊന്ന് അറിയിക്കണം. ഞങ്ങളെ വെറും വിഡ്ഢികളെ എപ്പോഴും വിഡ്ഢികളാക്കരുത്, അത് അറിയിക്കണം. ഇനിയും അടുത്ത സംഗതിയൂടെ, വളരെ വേദനാജനകമായ ഒരു സംഗതിയൂടെ പറയാനുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി സംഭവിച്ച ഒരു കാര്യമാണ്. അത് ഞാൻ അടുത്ത ദിവസം പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ കണ്ണ് തുറക്കണം, മനസ്സ് തുറക്കണം, ചെവി തുറക്കണം, സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇതാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് നമുക്കറിയാം. ചോദിക്കുക, എന്തുകൊണ്ട് പോകുന്നില്ല? അതേ കൊടുത്തോ? എന്തുകൊണ്ട് നിയമോപദേശം വല്ലതും കിട്ടിയോ? കിട്ടിയെങ്കിൽ നെഗറ്റീവാണോ? ആണെങ്കിൽ അറിയിക്കുക ഞങ്ങളെ. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ
ഇനിയും ഈ ആരെയാണ് ഈ ജയ് ജയ് കാതോലിക്കോസ് എന്ന് വിളിക്കേണ്ടത്? അദ്ദേഹം കൂടെ വന്നു കഴിഞ്ഞാൽ പാത്രിക്കീസുകാർ പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇന്ത്യൻ കാതോലിക്കാസ്. ഇന്ത്യൻ കാതോലിക്കോസിൻ്റെ കീഴിലായിരിക്കും കേരള കാതോലിക്കോസും, അല്ലേ? ആരെയാണ് വിളിക്കേണ്ടത്? ഇല്ല, അല്ലെങ്കിൽ 3 പേർക്കും കൂടെ ഉള്ള ഒരു മുദ്രാവാക്യം നിങ്ങൾ ഉണ്ടാക്കി തരണം ജയ് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട്. ഈ പോക്ക് ശരിയല്ല. ഈ ഓർത്തഡോക്സ് സഭയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്നും പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പല കാര്യങ്ങൾ എഴുതിയതാണ്. എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി വരുന്നുണ്ട്. ഏതായാലും ഈ വിവരങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് ധരിപ്പിക്കണം. ഞങ്ങൾ പോയില്ല, അല്ലെ പോയി. ഞാൻ പോയില്ലെങ്കിൽ എന്താ കാര്യം ഞങ്ങൾ പോകാത്തത്? എന്തുകൊണ്ട് നമ്മൾ പോയാൽ ജയിക്കാത്തതിൻ്റെ കാര്യം എന്താ? അതുകൂടെ പറയണം. ഞങ്ങളെ ജയിക്കുമെങ്കിൽ 20-ാം തീയതി അല്ലെ 25-ാം തീയതിക്ക് അവർ പോകുന്നത് ഞങ്ങൾ മുടക്കും. ഇതുകൂടെ ഒന്ന് പറയണം. എല്ലാം നിർത്തട്ടെ. ഈ വിശ്വാസികളായിട്ടുള്ളതിനെ എന്നെ തെറി വിളിച്ചോ ഉപദ്രവിച്ചോ കുഴപ്പമൊന്നുമില്ല. സത്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും ചേരി കഴിഞ്ഞൊന്നുമല്ല. ഈ സഭയുടെ പോക്ക്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ദുഃഖം, അദ്ദേഹത്തിന്റെ ആത്മരോഷം അദ്ദേഹം അങ്ങ് വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ സങ്കടം നമ്മൾ കാണാതെ പോകരുത്. ഇതാണ് യാഥാർത്ഥ്യം. ഓർത്തഡോക്സ് സഭയിലെ, അദ്ദേഹം പറഞ്ഞ പോലെ ഓർത്തഡോക്സ് സഭയിലെ ഒരുപാട് ആളുകൾ ഈ സമാന പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ കാതോലിക്ക വാഴ്ച നടക്കുമ്പോൾ മലങ്കരയിലെ യാക്കോബായ സഹോദരങ്ങൾ വലിയ ആനന്ദത്തിലും ആവേശത്തിലും അഭിമാനത്തിലും ഒക്കെ ആയിരിക്കുന്ന ഈ സമയത്ത് ഓരോ ഓർത്തഡോക്സുകാരന്റെയും മിഥ്യാഭിമാനത്തിന്റെ വാത്മീകങ്ങൾ തകർന്നുടഞ്ഞു പോവുകയാണ്. അവരുടെ സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതീക്ഷകളുടെയും പളുങ്കുപാത്രങ്ങൾ ഉടഞ്ഞു പോവുകയാണ്. യാക്കോബക്കാരുടെ പള്ളികൾ മുഴുവൻ പിടിച്ചെടുക്കുകയും യാക്കോബക്കാർ പള്ളിയില്ലാതെ അനാഥരായി നേതൃത്വമില്ലാതെ ഇങ്ങനെ ചിതറിയവരും ചിഹ്നിയവരുമായി മലങ്കരയിലെ അനാഥപ്രേതങ്ങൾ പോലെ നടക്കുന്ന ഒരു നല്ല നാളെ സ്വപ്നം കൊണ്ടിരുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ സ്വർപ്പക്കുഞ്ഞുങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ്. അപ്പൊ നിങ്ങൾ അവരുടെ ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കുകയും നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പക്ഷെ IOC-യിലെ ഭൂരിപക്ഷമുള്ള നിശബ്ദ ഭൂരിപക്ഷം അവർ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അവരും മനസ്സാ ആശംസകളും അഭിവാദ്യങ്ങളും ഈ വാഴിക്കൽ ചടങ്ങിന് അർപ്പിക്കുന്നു. അതാണ് നമ്മൾ കാണും. IOC-യില് ഒരു വലിയ മെജോറിറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവർക്കറിയാം ഇതാണ് യഥാർത്ഥത്തിലുള്ള മലങ്കര സഭയുടെ കാനോനിക കാതോലിക്ക വാഴ്ച നടക്കുന്നതെന്ന് അവർക്കറിയാം. സോ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ജയ് ജയ് കാതോലിക്ക. അപ്പച്ചൻ അദ്ദേഹത്തിന്റെ സുറിയാനി സഭയുടെ ആ പൈതൃകവും പാരമ്പര്യവും ആത്മീക ശക്തിയും ഇന്നത്തേക്കാൾ അധികമായിട്ട് മലങ്കരയിൽ പ്രവഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു.